നമസ്കാരം. 10ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിൽ നിന്ന് ഇത്തവണ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ് ശ്രീനാരായണ ഗുരു. ശ്രീ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ ഒരു നിരൂപണ കൃതിയാണ് ഈ ഒരു പ്രസ്തുത പാഠഭാഗം. നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തിലെ സന്ദേശങ്ങളും അതുപോലെ അദ്ദേഹം പകർന്നു നൽകിയ അറിവുകളെ പറ്റിയിട്ടും സമൂഹത്തിന് അദ്ദേഹം ചെയ്ത നല്ല ഗുണഗണങ്ങളെ പറ്റിയും എല്ലാം തന്നെ വിശദീകരിക്കുന്ന പാഠഭാഗമാണ് ഇത്. ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങൾ എന്തെല്ലാം മാറ്റങ്ങളാണ് സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്തത്, ആ സന്ദേശങ്ങൾ എന്തെല്ലാം അറിവുകളാണ് നമുക്ക് പകർന്നു നൽകിയത് എന്നെല്ലാം തന്നെ നമുക്കിവിടെ മനസ്സിലാകുന്നു. തുടക്കമേ തന്നെ മറ്റുള്ള സന്യാസിമാരിൽ നിന്ന് വളരെ വ്യത്യസ്തനായിരുന്നു ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള തുടങ്ങുന്നത്. ആത്മീയ ജ്ഞാനം നേടിയ ഒരുപാട് സന്യാസിമാർ ലോകത്തിലുണ്ട്. മോക്ഷം നേടുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്നാൽ ആത്മീയ ജ്ഞാനം നേടിയ ശ്രീനാരായണ ഗുരു തന്റെ കർമ്മപദം സമൂഹത്തിന്റെ ഗുണഗണങ്ങൾക്ക് വേണ്ടിയാണ് വിനിയോഗിച്ചത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന ആപ്തവാക്യമായിരുന്നു അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും മുഴങ്ങിക്കേട്ടിരുന്നത്. അധകൃത വർഗോദ്ധാരണം ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. താഴേക്കിടയിലുള്ള അവർണരായിട്ടുള്ള പാവങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ജീവിച്ചത്. അവർക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുക, സമൂഹത്തിൽ അവർക്ക് വിലയുള്ളതാക്കി തീർക്കുക, അവരെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമായിരുന്നു അദ്ദേഹത്തിന് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. വിദ്യാഭ്യാസം, കുടുംബക്ഷേമം, സാമ്പത്തിക സുരക്ഷ, തൊഴിൽ ശീലങ്ങൾ, ജീവിത മൂല്യങ്ങൾ ഇതെല്ലാം തന്നെ പകർന്നു നൽകാനായിട്ട് ശ്രീനാരായണ ഗുരുവിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരേ സമയം തന്നെ അദ്ദേഹം ജ്ഞാന സിദ്ധനും അതേ സമയം തന്നെ കർമ്മനിരതനുമായിരുന്നു. അതായത് വ്യക്തമായിട്ടുള്ള ഈശ്വര വിശ്വാസവും അതുപോലെ തന്നെ അല്പം ആത്മീയ ജ്ഞാനം എല്ലാം തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കാനായിരുന്നു അദ്ദേഹം എല്ലാ കാലഘട്ടങ്ങളിലും ശ്രമിച്ചത്. അദ്ദേഹത്തിന്റെ കൃതികളിലെല്ലാം തന്നെ അത് നമുക്ക് കാണാനായിട്ടും കഴിയാം. എല്ലാവരെയും മനുഷ്യരായിട്ട് ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും സമ്പത്തിന്റെയും എല്ലാ തരത്തിലുള്ള വേർതിരിവുകളിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് എപ്പോഴും മനുഷ്യനെ മനുഷ്യനായി കാണണമെന്ന സാർവത്രിക ഒരു തത്വമായിരുന്നു, സാർവലൗകിക തത്വമായിരുന്നു അദ്ദേഹം എപ്പോഴും വിളംബരം ചെയ്തിരുന്നത്. യൂണിവേഴ്സാലിറ്റി എപ്പോഴും ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങളെല്ലാം തന്നെ സാർവലൗകികമാണെന്ന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള യൂണിവേഴ്സാലിറ്റിയിൽ അടിത്തറ പാകിയതാണെന്ന് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള പറയുന്നു. അതായത് മലയാളികൾക്ക് മാത്രമല്ല, ഇന്ത്യയിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിലുള്ള എല്ലാ നാട്ടിലുള്ളവർക്കും ഈ ജാതി, മതം ഇത്തരത്തിലുള്ള വേർതിരിവുകളെല്ലാം തന്നെ പൊളിച്ചെഴുതുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ ശ്രീനാരായണ ഗുരു പകർന്നു നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആശയങ്ങളുടെ ഏറ്റവും വലിയൊരു അടിസ്ഥാനവും അത് തന്നെയാണ്. മനുഷ്യരെല്ലാവരും തുല്യരാണ്, എല്ലാവരുടെയും ശരീരത്തിലൂടെ ഒഴുകുന്ന ചോരയുടെ നിറം ചുവപ്പാണെന്നുള്ള ഒരു അർത്ഥമാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. താഴേക്കിടയിലുള്ളവർ വളർന്നു വരാനായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ, അവർണർക്കും പൂജ ചെയ്യാനുള്ള അവകാശമുണ്ടെന്ന് അദ്ദേഹം പറയുകയുണ്ടായിരുന്നു. അതിനുവേണ്ടി തുടങ്ങിയതാണ് അരുവിപ്പുറം പ്രതിഷ്ഠ. 48ഓളം ക്ഷേത്രങ്ങളാണ് അദ്ദേഹം പണി കഴിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ മതസ്ഥരായിട്ടുള്ള ഹിന്ദു മതത്തിലെ എല്ലാവർക്കും അമ്പലത്തിൽ പ്രവേശിക്കാനുള്ള ഒരു അവകാശം അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. അതുപോലെ എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടുക എന്നുള്ളൊരു ലക്ഷ്യം, വഴിനടപ്പ് അവകാശം, പൊതുകിണറിൽ നിന്ന് വെള്ളം കുടിക്കാൻ പോലും ഒരു കാലഘട്ടത്തിൽ താഴേക്കിടയിലുള്ളവർക്ക് അവകാശമുണ്ടായിരുന്നില്ല. അതിനെതിരെ എല്ലാം തന്നെ ശക്തമായിട്ട് പോരടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 1903 അദ്ദേഹം തുടങ്ങിയ ശ്രീനാരായണ ഗുരുവിന്റെ SNDP യോഗം എന്ന് പറഞ്ഞ സംഘടന. ഡോക്ടർ പൽപുവിന്റെയും കുമാരനാശാന്റെയും എല്ലാം തന്നെ സാന്നിധ്യം അവിടെ കാണാനായിട്ട് കഴിഞ്ഞു. അതിലൂടെ അദ്ദേഹം വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത് ഏവരും തുല്യരാണെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. താഴേക്കിടയിലുള്ളവരുടെ ഒരു ഉന്നമനം, അഭ്യുന്നതിയായിരുന്നു അദ്ദേഹം ലക്ഷ്യമുണ്ടായിരുന്നത്. ഇതൊക്കെയാണ് അദ്ദേഹം പ്രധാനമായിട്ട് ചെയ്തിട്ടുള്ള കാര്യം. പിന്നെ ഈ ഒരു ഇതിനകത്ത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ ഈ ഒരു ലേഖനത്തില് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ക്ഷേത്രങ്ങളെല്ലാം തന്നെ പണി കഴിച്ച സമയത്ത് ചിലർ ചോദിക്കുമായിരുന്നു എന്തുകൊണ്ട് ക്ഷേത്രങ്ങളെല്ലാം തന്നെ പണി കഴിപ്പിച്ചു എന്നുള്ളത്. അതിന് ഉത്തരമായിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ അദ്ദേഹം ക്ഷേത്രങ്ങൾ പണി കഴിപ്പിച്ചു. പിന്നീട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കച്ചവട സ്ഥാപനങ്ങളുമാണ് അദ്ദേഹം തുടങ്ങിയിരുന്നത്. അതിലൂടെയാണ് ഒരു വളർച്ചയുണ്ടാകുക എന്നുള്ളൊരു കാര്യം അദ്ദേഹം അറിഞ്ഞു. ആർഭാടത്തിനെതിരെ ശക്തമായിട്ട് ആരാധനയെ പോലും നിരാഡംബരമാക്കിയ ഒരു വ്യക്തി കൂടിയായിരുന്നു ശ്രീനാരായണ ഗുരു.
അതുപോലെ തന്നെ എല്ലാം അദ്ദേഹത്തിന്റെ ആശയങ്ങളെ പറ്റിയിട്ട് വരണം. അതായത് പ്രധാനമായിട്ടും മനുഷ്യനാണ് ഏറ്റവും വലുത്, മതമല്ല എന്നുള്ളൊരു ചിന്താഗതി അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ ഒരു പാഠഭാഗത്തിലെ പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ളത് ഈ ഒരു കാര്യം ഇത്രയും ഡിസ്കസ് ചെയ്ത് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഇതൊക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയും. ശ്രീനാരായണ ഗുരുവിന്റെ മതസങ്കല്പങ്ങളിലെ സവിശേഷതകൾ എന്താണ് എന്നുള്ള ഒരു ചോദ്യം കൂടി വരാം. എപ്പോഴും മതാതീതനായിട്ടുള്ള ഒരു തത്വജ്ഞാനിയായിരുന്നു ശ്രീനാരായണ ഗുരു. ഒരിക്കൽ പോലും അദ്ദേഹം ഹിന്ദു മതത്തെ പറ്റി സംസാരിച്ചിട്ടില്ല. എല്ലാ മതവും ഒന്നാണെന്നും എല്ലാവരും ഈശ്വരന്റെ മക്കളാണെന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു അദ്ദേഹം പകർന്നു നൽകിയിരുന്നത്. സവർണൻ അവർണൻ എന്നുള്ള ഒരു വേർതിരിവ് മാറ്റിയെടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പിന്നീട് എല്ലാ മതങ്ങളും ഒരു നദികളാണ്. ഈ നദികളെല്ലാം ഒത്തുചേരുന്നത് ഒരു മഹാസമുദ്രത്തിലേക്കാണ്, ഈശ്വരൻ എന്നുള്ള ഒരു സങ്കല്പത്തിലേക്കാണ്, ആശയത്തിലേക്കാണ് എല്ലാ മതങ്ങളുടെയും ആ ഒരു വെള്ളം ഒഴുകിയെത്തുന്നത് എന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നു. അതായത് ഒരു ഈശ്വരൻ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്നുള്ള മഹത്തായിട്ടുള്ള കാഴ്ചപ്പാടാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. പിന്നീട് അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളുടെ പ്രത്യേകതകൾ, ഈ ഒരു കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളുടെ പ്രത്യേകതകളും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏത് ലോകത്തും ഏത് നാട്ടിലുള്ളവർക്കും ഏത് കാലഘട്ടത്തിലും അനുയോജ്യമാണ് ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങൾ. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്, ഏത് രാജ്യത്തുള്ളവർക്കും ഏത് ഭാഷയിലുള്ളവർക്കും നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള ഒരു കാഴ്ചപ്പാട് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രീനാരായണ ഗുരുവിന് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ കറുപ്പെന്നോ വെളുപ്പെന്നോ ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ വൈശ്യനെന്നോ ശൂദ്രനെന്നുള്ള ഒരു വേർതിരിവെല്ലാം തന്നെ തുടച്ചു നീക്കാനായിട്ട് ശ്രീനാരായണ ഗുരുവിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലളിതമായിരുന്നു. പണ്ഡിതന്മാർക്കും പാമരന്മാർക്കും ഒരുപോലെ മനസ്സിലാകുന്ന രീതിയിൽ തന്റെ ആശയങ്ങൾ എല്ലാവരും ഉൾക്കൊള്ളണം, മനസ്സിലാകണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം എഴുതിയിരുന്നത്. തന്റെ പാണ്ഡിത്യം വെളിവാക്കുന്ന രീതിയിലുള്ള കൃതികളെല്ലാം തന്നെ അദ്ദേഹം ചിട്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെയും തന്റെ ലളിതമായിട്ടുള്ള സന്ദേശങ്ങളിലൂടെ പാവങ്ങൾക്ക്, അല്പം വിദ്യാഭ്യാസം കുറഞ്ഞവർക്കെല്ലാം തന്നെ മനസ്സിലാക്കുന്ന സന്ദേശങ്ങളാണ് അദ്ദേഹം പകർന്നു നൽകിയിട്ടുള്ളത്. അത്തരത്തില് ലോക നന്മയ്ക്കു വേണ്ടി ലോകത്തുള്ള ഒരു യൂണിവേഴ്സാലിറ്റി ആയിട്ടുള്ള ഒരു ചിന്തകൾ എല്ലാം തന്നെ പങ്കുവയ്ക്കുന്ന ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങളെയും ചിന്തകളെയും എല്ലാം തന്നെ തുലനം ചെയ്യുന്ന ഒരു നിരൂപണ കൃതിയാണ് നമ്മൾ പഠിച്ചത് ശ്രീനാരായണ ഗുരു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠഭാഗമാണ്. ഉറപ്പായിട്ടും ചോദ്യം വരുന്ന ഒരു പാഠഭാഗമാണ്. എന്താണെങ്കിലും 4 മാർക്കിന്റെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അത് കൂടാതെ 2 മാർക്കിന്റെയും 6 മാർക്കിന്റെ എല്ലാം വരാൻ സാധ്യതയുണ്ട്. ശരിക്കൊന്ന് വായിച്ചു പഠിക്കുക. ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു പാഠഭാഗമാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ എന്താണ് അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളുടെ പ്രത്യേകതകൾ എന്താണ്, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ചിന്തകൾ ലോകം മുഴുവനുള്ളവർക്ക് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ആപ്ലിക്കബിൾ ആകുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക. കൂടുതൽ വിശദാംശങ്ങളെല്ലാം തന്നെ എക്സാം പോയിന്റിന്റെ ഗൈഡിൽ അവൈലബിൾ ആണ്. അതൊക്കെ ഒന്ന് നോക്കുക, നല്ല രീതിയിൽ പഠിച്ച് മാർക്ക് വാങ്ങാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇനി നമുക്ക് മറ്റൊരു ക്ലാസ്സിലേക്ക് കിടക്കാം.